വേദസാരജ്ഞസമ്പൂർണം സാക്ഷാത് ബ്രഹ്മസ്വരൂപിണം ശാന്താനന്ദഗുരും വന്ദേ സന്തതം പരമേശ്വരം. ശാന്താനന്ദഗുരും വന്ദേ സന്തതം പരമേശ്വരം. ഓം നമസ്തേ യതിരാജായ ഭട്ടാരബ്രഹ്മരൂപിണേ യദ്വിവർത്തമിദം ഭാതി ജഗത്പ്രാതീതികം പരം. വിദ്യാധിരാജപുരം വള്ളികുന്നം കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന വിദ്യാധിരാജ ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ നടക്കാൻ പോകുന്ന ഈ രണ്ടാം അദ്വൈത സഭ എന്തുകൊണ്ടും അഭിനന്ദനാർഹമാണ്. ഏകദേശം ഒരു നൂറ്റാണ്ടിന് മുമ്പ് ഓണാട്ടുകരയിലെ വള്ളികുന്നം കേന്ദ്രമാക്കി സാമൂഹിക സാംസ്കാരിക പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ വിദ്യാധിരാജ പരമഭട്ടാരക ചട്ടമ്പി സ്വാമി തിരുവടികളുടെ അദ്വൈത ദർശന മാധുര്യം പുനരുജ്ജീവിപ്പിക്കുന്നതിനുള്ള അത്യുദാത്തമായ ഒരു സഭയാണിത്. ഈ സഭയിൽ ഉപവിഷ്ടരായിരിക്കുന്ന സമാദരണീയനായ അധ്യക്ഷൻ, ഇതിനുവേണ്ടി നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ശ്രീ പെരുമുറ്റം രാധാകൃഷ്ണൻജി, ബ്രഹ്മാനുസന്ധാനപരായണനായി സത്യ സാക്ഷാത്കാരത്തിന്റെ നിറവിൽ സമാജത്തെ ഉദ്ധരിക്കുക എന്നുള്ളത് ജീവിതവ്രതമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് സാമാജിക പ്രവർത്തനങ്ങളിൽ നിരതനായിരിക്കുന്ന ബ്രഹ്മശ്രീ സത്സ്വരൂപാനന്ദ സ്വാമികൾ, മറ്റ് സജ്ജനങ്ങൾ, ഏവർക്കും ഹൃദയത്തിന്റെ അഗാധതയിൽ നിന്നും സ്നേഹം നിറഞ്ഞ പ്രണാമം അർപ്പിച്ചു. ഇന്ന് രണ്ടാം അദ്വൈത സഭ മുന്നോട്ട് വയ്ക്കുന്ന പ്രമേയം എന്തുകൊണ്ടും ശ്രദ്ധേയമാണ്. ജാതിരഹിത സമൂഹ പുനരുത്ഥാനം. ഇത് കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. കാലഘട്ടത്തിന്റെ ആവശ്യമാണ് എന്ന് പറയുമ്പോൾ വിദ്യാധിരാജ ഭട്ടാരക ഗുരു അദ്വൈത സത്യസ്വരൂപമാണ്, സത്യസ്വരൂപമായിരുന്നു. കാലാതീതമായ സത്യത്തെ മാനവരാശിക്ക് കാട്ടിക്കൊടുത്തുകൊണ്ട് കാലയവനികൾക്കുള്ളിൽ മറയാതെ മങ്ങാതെ എന്നും പ്രശോഭിക്കുന്ന അദ്വൈത സത്യം, അതത്രേ വിദ്യാധിരാജ പരമഭട്ടാരക ചട്ടമ്പി സ്വാമി തിരുവടികൾ. ആ അദ്വൈത സത്യം വിസ്മരിച്ചു പോയതാണ് ഇന്ന് സമൂഹത്തിൽ സമസ്ത മേഖലകളിലും നേരിടുന്ന മൂല്യച്യുതിക്ക് കാരണമായിരിക്കുന്നത്. നമുക്കിവിടെ തന്നെ ഈ സഭയിൽ തന്നെ ദർശിക്കാൻ കഴിയുന്ന ഒരു കാര്യം, യുവജനത ഇവിടെ പങ്കെടുത്ത് കാണുന്നില്ല. ഇതാരുടെ കുഴപ്പമാണ്? ഭാരതീയ ദാർശനികത എന്തുകൊണ്ട് ജനഹൃദയങ്ങളിൽ നിന്നും അകന്നു പോകുന്നു?
ശാസ്ത്ര സാങ്കേതിക വിദ്യകളുടെ പുരോഗതി വർദ്ധിച്ചു എന്ന് കരുതി മാനവരാശിയുടെ മനുഷ്യത്വം നഷ്ടപ്പെട്ടു പോകരുത്. സ്വാർത്ഥതയ്ക്ക് മാത്രം പ്രാധാന്യം കൊടുത്തുകൊണ്ട്, ആർഭാടത്തിനും അനാചാരത്തിനും ശ്രദ്ധ നൽകിക്കൊണ്ട് എന്തുകൊണ്ട് കേരള ജനത അബദ്ധസഞ്ചാരം നടത്തുന്നു? ഇതിന് ഉത്തരവാദി ആരാണ്? നാം ഓരോരുത്തരും ഉറക്കെ ചിന്തിക്കേണ്ട ഒരു ചോദ്യമാണ് നമ്മളുടെ മുന്നിലുള്ളത്. മൈക്കിന് മുന്നിൽ വന്നു നിന്നുകൊണ്ട് ഘോരഘോരം പ്രസംഗിക്കുകയും പരസ്പരം നാം അത് പറയുകയും ചെയ്യുന്നു, പരസ്പരം കുറ്റപ്പെടുത്തുന്നു. പക്ഷേ തന്റെ ഉത്തരവാദിത്വം ഓരോരുത്തരും നിർവഹിക്കുന്നുണ്ടോ ഇല്ലയോ? ഇതാണ് നാം നമ്മോട് ചോദിക്കേണ്ട ചോദ്യം. അദ്വൈതം എന്ന പദത്തിന്റെ അർത്ഥം തന്നെ രണ്ടില്ലാത്തത് എന്നാണ്, രണ്ടല്ലാത്തത് എന്നാണ്. രണ്ടില്ലാത്തത്, രണ്ടല്ലാത്തത് എന്ന് പറയുമ്പോൾ ഏകമായിരിക്കുന്ന പരിപൂർണ ചൈതന്യം. ചട്ടമ്പി സ്വാമി തിരുവടികളുടെ കൃതികളെ പരിശോധിച്ചു നോക്കിയാലും വളരെ കൃത്യമായി സ്പഷ്ടമായി ഇത് വ്യക്തമാക്കുന്നുണ്ട്. ചട്ടമ്പി സ്വാമി തിരുവടികൾ അദ്വൈത ചിന്താപദ്ധതി എന്ന ഒരു ഗ്രന്ഥം രചിച്ചിട്ടുണ്ടെങ്കിൽ ശ്രീ ശങ്കര ഭഗവത്പാദർ അദ്വൈത മത പുനഃസംസ്ഥാപകനായിരുന്നു. ശ്രീനാരായണ ഗുരു ഇവിടെ വന്നു പോയിട്ടുള്ള സത്യദർശികളായ സകല ഗുരുക്കന്മാർക്കും ഒരേ ഒരു കാര്യമേ പറയാനുള്ളൂ: ഏകം സത്, സർവം ഖണ്ഡിതം ബ്രഹ്മ. ഈ കാണുന്ന സർവ്വതും ഏകമായിരിക്കുന്ന ബ്രഹ്മമാണ്. ഇത് കാണാതെ പഠിച്ചു പറഞ്ഞതല്ല. ഭാരതത്തിലെ സത്യദർശികളായ ഋഷീശ്വരന്മാർ ഊഹാപോഹത്തിന്റെ ബലത്തിലോ കേവലം കൽപ്പനയുടെ ബലത്തിലോ അല്ലെങ്കിൽ പാഠപുസ്തകങ്ങളിൽ നിന്ന് ഗ്രഹണം ചെയ്തോ മാനവരാശിയെ ഒന്ന് സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടി പറഞ്ഞ വാക്കുകളല്ല. സ്വയം തപസ്സിലൂടെ അനുഭൂതമാക്കിയ മഹത് തത്വത്തെ മാനവരാശിയുടെ ക്ഷേമത്തിനു വേണ്ടി, ശ്രേയസ്സിനും പ്രേയസ്സിനും വേണ്ടി ഉദ്ബോധിപ്പിച്ച ആ സത്യം ഇന്ന് ഋഷി കവാടങ്ങളിൽ മാത്രം ഒതുങ്ങിപ്പോയിരിക്കുന്നു. സത്യം പറഞ്ഞാൽ വളരെ വിഷമമുണ്ട്. വിഷമമെന്ന് പറയുമ്പോൾ തെറ്റിദ്ധരിക്കേണ്ട, അങ്ങനെയുള്ള വിഷമമല്ല. ഈ പരമമായ സത്യം ഇന്ന് സത്യദർശികളായ ഗുരുക്കന്മാർക്ക് പൊതുസഭയിൽ പറയേണ്ട ആവശ്യമില്ല എന്ന തരത്തിലേക്ക് സമൂഹം പോലും അധപ്പതിച്ചിരിക്കുന്നു. ഇത് കേൾക്കുന്നത് കൊണ്ട് ഞങ്ങൾക്ക് പ്രയോജനമുണ്ടോ? അദ്വൈത സത്യം ശ്രവണം ചെയ്താൽ ഞങ്ങൾക്ക് എന്ത് ലഭിക്കും? ഭൗതിക സുഖ സാമഗ്രികൾ ലഭിക്കുമോ? ഞങ്ങളുടെ ജീവിത സാഹചര്യം നന്നായി വരുമോ? സ്നേഹസ്വരൂപികളായ, സത്യസ്വരൂപികളായ, ജ്ഞാന സ്വരൂപികളായ ബോധ ചൈതന്യമേ, ഈ പറയുന്നത് സത്യമാണ്. നമ്മളുടെ ഋഷീശ്വരന്മാർ നമ്മോട് ആരോടും യാതൊരുവിധ അസത്യ പ്രസ്താവനയും നടത്തിയിട്ടില്ല. അവർക്ക് കള്ളം പറയേണ്ട ആവശ്യവുമില്ല. അവർ പറഞ്ഞത് നമ്മൾ എന്തിന് വിസ്മരിക്കുന്നു? അജ്ഞാനികളായിട്ട്, മൂഢന്മാരായിട്ട് എന്തുകൊണ്ട് ജീവിതം നയിക്കുന്നു? ശങ്കര ഭഗവത്പാദരും വിദ്യാധിരാജ പരമഭട്ടാരക ഗുരുവര്യനും നമ്മളോട് പറഞ്ഞു, അദ്വയ സത്യം അത് തന്നെയാണ് പരമമായ യാഥാർത്ഥ്യം. ഇത് കേട്ട് പഠിച്ചതല്ല, കാണാതെ പഠിച്ചതല്ല, പിന്നെയോ അനുഭൂതമാക്കിയ ആ മഹത് ദർശനത്തെ എല്ലാവർക്കും വേണ്ടി എഴുതി വെച്ചതാണ് വേദപ്രമാണം. അല്ലാതെ വേദം കാണാതെ പഠിച്ചിട്ട് ഉണ്ടായതല്ല. അത് അനുഭൂതമാക്കിയതിനെ പറഞ്ഞതാണ്. പഠിച്ചനുഭൂതമാക്കിയതല്ല, അനുഭൂതമാക്കിയതിനെ പറഞ്ഞതാണ് ഭാരതീയ ദാർശനിക സത്യം. ചട്ടമ്പി സ്വാമി തിരുവടികളുടെ അദ്വൈത ചിന്താ പദ്ധതി എന്ന ഗ്രന്ഥം ആരംഭിക്കുന്നത് തന്നെ
അഖണ്ഡ പരിപൂർണ സച്ചിദാനന്ദമായി പ്രശോഭിക്കുന്ന ബ്രഹ്മവസ്തുവിൽ. എന്താ പറഞ്ഞത്? ഒന്ന് ആവർത്തിക്കാമോ? അഖണ്ഡ പരിപൂർണ സച്ചിദാനന്ദമായി പ്രശോഭിക്കുന്ന ബ്രഹ്മവസ്തുവിൽ. രജ്ജുവിൽ സർപ്പം, സ്ഥാണുവിൽ പുരുഷൻ, കാനയിൽ ജലം, ശുക്തിയിൽ രജതം, ആകാശത്തിൽ കൃഷ്ണവർണം മുതലായവ ആരോപിതങ്ങളായി തോന്നുന്നത് പോലെ മൂലപ്രകൃതി എന്നൊരു ശക്തി വിവർത്തമായി ചേഷ്ടിച്ചു. ഇവിടെ ഇരിക്കുന്ന വിദ്യാധിരാജ ഭക്തരെല്ലാം ഈ പ്രഥമ വചനം ഹൃദിസ്ഥമാക്കണമെന്ന് ഞാൻ സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. നിങ്ങൾ ഏത് വേദിയിൽ ചെന്നാലും ഇത് പറയണം. ഇവിടെയായിരിക്കും അദ്വൈത വേദാന്ത പ്രചരണത്തിന്റെ പ്രാരംഭം. ബുദ്ധിഭേദം ജനയേ എന്ന്, ബുദ്ധിഭേദം ഉണ്ടാക്കരുത്, കർമ്മയോഗികളായിട്ടുള്ളവർക്ക് ബുദ്ധിഭേദം ഉണ്ടാക്കരുത്, ഭക്തിയോഗികളായിട്ടുള്ളവർക്ക് ബുദ്ധിഭേദം ഉണ്ടാക്കരുത്, അവർ അത് തുടർന്നുകൊള്ളട്ടെ. അത് തുടരണ്ട എന്നല്ല പറഞ്ഞത്. പിന്നെയോ പരമമായ സത്യം ശ്രവണം ചെയ്തുകൊണ്ട് കർമ്മയോഗിയായി തുടരാൻ കഴിയണം. ഗീത ബ്രഹ്മവിദ്യയാണ്. ശ്രീമദ് ഭഗവത്ഗീതാസു ഉപനിഷത്സു ബ്രഹ്മവിദ്യായ യോഗശാസ്ത്രേ, അത് അദ്വൈത സത്യത്തെയാണ് പ്രഘോഷിക്കുന്നത്. പക്ഷേ ആ അദ്വൈത സത്യത്തെ ഇന്നാരും ശ്രവണം ചെയ്യാൻ തയ്യാറാകുന്നില്ല. ഏകദേശം 25 വർഷം മുമ്പ് നിങ്ങളൊന്ന് ശ്രദ്ധിക്കൂ. നമ്മളുടെ അദ്വൈത സഭകൾ എന്ത് ഗംഭീരമായിരുന്നു. എന്തിനേറെ പറയുന്നു, ഒരു 15 വർഷം മുമ്പാണ് പന്മന ആശ്രമത്തിൽ വെച്ച് നിജാനന്ദ വിലാസം എന്ന കൃതി അന്തർയോഗങ്ങൾക്ക് 2.5 വർഷക്കാലം ചെയ്തിരുന്ന വേളയിൽ അവിടെ ഒരു 280ഓളം ആൾക്കാർ വന്ന് ആ അദ്വൈത സഭയിൽ പങ്കെടുത്തിരുന്നു, അന്തർയോഗത്തിനുണ്ടായിരുന്നു. എനിക്ക് ഏറ്റവും ആനന്ദം നൽകിയിരുന്ന ഒരു കാലമായിരുന്നു ആ 2.5 വർഷക്കാലം. ഇന്ന് ആ അന്തർയോഗം നമുക്ക് പുനരാരംഭിക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ആശ്രമത്തിന്റെ എല്ലാ നേതൃത്വം വഹിക്കുന്നവരും ഇവിടെയുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, അദ്വൈത ചിന്ത ജനഹൃദയങ്ങളിൽ നിന്നും മാറി നിന്നുപോയി. നിജാനന്ദ വിലാസം ചട്ടമ്പി സ്വാമി തിരുവടികൾ തർജ്ജമ ചെയ്ത ഗ്രന്ഥമാണ് എങ്കിലും അത് തികച്ചും അദ്വൈതമാണ്. അദ്വൈത ചിന്താ പദ്ധതിയിൽ ബ്രഹ്മത്തിന്റെ സ്വരൂപം, ദൈവത്തിന്റെ സ്വരൂപമാണ് പ്രഥമമായി പറഞ്ഞിരിക്കുന്നത്. അഖണ്ഡ പരിപൂർണ സച്ചിദാനന്ദം. ഒന്ന് പറയാമോ? അഖണ്ഡം എന്ന പദത്തിന്റെ അർത്ഥം ഭാഗിക്കാൻ കഴിയാത്തത്. എന്താണ് ഭാഗിക്കാൻ കഴിയാത്തത്? പരിപൂർണം എന്ന് പറഞ്ഞാൽ പൂർണ്ണം. പൂർണ്ണം എന്ന് പറഞ്ഞാൽ അതില്ലാത്തതായി ഒന്നുമില്ല, അതല്ലാത്തതായി ഒന്നുമില്ല, അതില്ലാത്ത ഇടമെന്നുമില്ല. അതിന്റെ അർത്ഥം അത് പരിപൂർണമാണ്, സർവവ്യാപിയാണ്. അല്ലേ? സർവവ്യാപി എത്രയുണ്ടാകും? സർവവ്യാപി എത്രയുണ്ട്? 1. 2 ഉണ്ടെങ്കിൽ അത് സർവവ്യാപിയാകുമോ? സർവവ്യാപി ഇല്ലാത്ത ഇടമുണ്ടോ? സർവവ്യാപി അല്ലാത്ത ഒന്നുണ്ടാകുമോ? ഇല്ല. ദൈവത്തിന്റെ സ്വരൂപം മനസ്സിലാകുന്നുണ്ടോ? അഖണ്ഡ പരിപൂർണ സച്ചിദാനന്ദം. സച്ചിദാനന്ദത്തിന്റെ നിർവചനം എത്ര ദിവസം പറഞ്ഞാലും അവസാനിക്കാത്തതാണ്. ഉണ്മ, അദ്വയം. സത്ത് എന്ന് പറഞ്ഞാൽ എല്ലാ അനുഭവങ്ങളിലും ഉണ്ട് എന്നുണ്ട്. ഇല്ല എന്ന് പറയുന്ന അനുഭവത്തിലും ഇല്ലായ്മ ഉണ്ട്. ഞാൻ ചേരാതെ ഒരു അനുഭവം ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഉണ്ട് എന്ന ഉണ്മയോട് ചേർന്നാണ് സകല അനുഭവങ്ങളും നിലനിൽക്കുന്നത് എന്നുള്ളതിനാൽ ഉണ്മ പൂർണ്ണമാണ്. ആ ഉണ്മയാണ് സത്ത്. സകല അനുഭവങ്ങളെയും പ്രശോഭിപ്പിക്കുന്ന ആദ്യന്തരഹിതമായിരിക്കുന്ന പ്രകാശമാണ് ചിത്ത്. ആ സത്തും ചിത്തും സ്വരൂപമായിരിക്കുന്ന അദ്വയ അനുഭവ നിലയാണ് ആനന്ദം. ത്വം ഹി ബ്രഹ്മമുന്നേ എന്ന് പറഞ്ഞാൽ ഇരിച്ചു പറയാനുള്ളതല്ല, ഫോട്ടോയെ പഠിപ്പിക്കാനുള്ളതല്ല, ദേഹോഹം ബുദ്ധി നിലനിർത്താനുള്ളതല്ല. ആണോ? ആണോ അല്ലയോ? വളരെ മനോഹരമായി മന്ദസ്മിതത്തോട് ആസ്വദിക്കുന്ന ധന്യാത്മാക്കൾ ഇവിടെയുണ്ട് എന്നുള്ളതിൽ സന്തോഷം തോന്നുന്നു, അല്ലേ?
അപ്പോൾ ഇതിന്റെ അർത്ഥം നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ ദൈവത്തിന്റെ സ്വരൂപത്തെ പറ്റി ആർക്കും സംശയം വരില്ല. അങ്ങനെയെങ്കിൽ ഇത്രയധികം വിഗ്രഹങ്ങൾ എന്തിനാണ്? വിശേഷേണ ഗ്രഹിക്കണം. എങ്ങനെ വിശേഷേണ ഗ്രഹിക്കണം? ഏത് വിഗ്രഹം കണ്ടാലും ആ വിഗ്രഹത്തെ സർവവ്യാപി സർവശക്ത എന്നാണ് നിങ്ങൾ വിളിക്കുന്നത്. അവിടെ ഗുരുവായൂരപ്പന്റെ മുന്നിൽ ചെന്ന് നിന്നാൽ ഉണ്ടും തള്ളും കഴിഞ്ഞ് ക്യൂ ഒക്കെ കഴിഞ്ഞ് മുട്ടുകൊണ്ടൊരു തള്ളും കൊടുത്ത് പലരെയും തള്ളി പുറമോട്ടാക്കി ഗുരുവായൂരപ്പന്റെ മുമ്പിൽ ചെന്ന് നിൽക്കുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യുന്നത്? കണ്ണടയ്ക്കും. അവിടെ വരെ ചെല്ലുന്നത് വരെ സകലവിധ ഉന്തൻ തള്ളും നടത്തിയിട്ട് അവിടെ എത്തിക്കഴിയുമ്പോൾ കണ്ണടയ്ക്കും. എന്താ ഇവിടെ നിന്ന് കണ്ണടച്ച പോലെ അവിടെ നിന്ന് കണ്ണടയ്ക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, അകത്തിരിക്കുന്ന സാക്ഷാത് ഗുരുവായൂരപ്പൻ, ആ ചൈതന്യ സ്വരൂപൻ ഹൃദിസ്ഥിതനാണ്. സഹജ പ്രേരണയാണ് കണ്ണടയ്ക്കുക എന്നുള്ളത്. ആരും പഠിപ്പിച്ചു തരുന്നതല്ല, സഹജമായിട്ട് കണ്ണടയ്ക്കുന്നു. കണ്ണടച്ച് നോക്കുമ്പോൾ ഹൃദിസ്ഥിതനായി ആ ചൈതന്യ സ്വരൂപൻ ഉള്ളിലുണ്ട്. ഗുരുവായൂരപ്പൻ ഗുരുവായൂരിൽ മാത്രമിരിക്കുന്ന ചൈതന്യമല്ല, സകല ചരാചരങ്ങളുടെയും ഉള്ളിലിരിക്കുന്ന അദ്വയബോധമാണ്. ഇത് തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മൾ സകല ഉപാസനയും നടത്തിക്കൊള്ളൂ. ഇതുപോലെ കർമ്മയോഗവും ഭക്തിയോഗവും ജ്ഞാനയോഗവും ഒക്കെ വളരെ വിശദമായി ചർച്ച ചെയ്യേണ്ടതാണ്. എന്നാൽ ഇന്നത്തെ സഭയ്ക്ക് ഈ അദ്വൈത സത്യത്തെ വളരെ ഗംഭീരമായി വിശദീകരിക്കാനൊന്നും സമയമില്ല. തെളിയിക്കാനോ ശാസ്ത്രീയമായി ഒന്ന് ഉദ്ബോധിപ്പിക്കാനോ ഉള്ള സമയമില്ല. ഇന്നത്തെ സഭ ജാതിരഹിത സമൂഹ പുനരുത്ഥാനമാണ്. ജാതി ഈ സമൂഹത്തിൽ നിന്ന് ഒഴിവാക്കാൻ കഴിയുമോ കഴിയില്ല? ഒരു ചോദ്യം ചോദിച്ചോ. ഈ സമൂഹത്തിൽ നിന്ന് ജാതി നീക്കം ചെയ്യാൻ കഴിയുമോ കഴിയില്ലയോ? നിങ്ങളുടെ സഭയോടുള്ള ഒരു ചോദ്യമാണ്. എല്ലാവർക്കും ഇപ്പോഴും സംശയമാണ്. അവനവന്റെ ഹൃദയത്തിൽ നിന്ന് ഉച്ചാടനം ചെയ്യാൻ കഴിയുമോ കഴിയില്ലയോ? കഴിയും. ഇത് ഓരോരുത്തരും അവരവരോട് ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. നാം വിഭാവന ചെയ്തിരിക്കുന്ന പ്രമേയം നമുക്ക് നടപ്പിലാക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ പിന്നെ ആർക്ക് നടപ്പിലാക്കാൻ കഴിയും? മറ്റൊരാൾക്ക് നടപ്പിലാക്കാൻ കഴിയുമോ? കഴിയില്ല. നമുക്കാണ് നടപ്പിലാക്കേണ്ടത്. ജാതിരഹിത സമൂഹം ഇവിടെ നമുക്ക് സംസിദ്ധമാക്കണം എന്നുള്ളത് അദ്വൈത സത്യത്തിന്റെ ബലത്തിലല്ലാതെ സാധ്യമല്ല. ഇത് ശങ്കര ഭഗവത്പാദർ വളരെ വ്യക്തമായി അദ്വൈത സത്യത്തെ പറഞ്ഞിട്ടുണ്ട്. ജാതി നീതി കുല ഗോത്ര ദൂരകം, ജാതി നീതി കുല ഗോത്ര ദൂരകം, നാമരൂപ ഗുണദോഷ വർജിതം, ദേശകാല വിഷയാദിവർത്തിയ ബ്രഹ്മതത്വമസി ഭാവയാത്മനി. ജാതി, ആചാരമര്യാദ, കുലം, ഗോത്രം ഇവയ്ക്കൊക്കെ ദൂരെയായി വർത്തിക്കുന്ന, ജാതിയില്ലാത്ത, ഗോത്രമില്ലാത്ത, കുലമില്ലാത്ത, ആചാരമര്യാദകളില്ലാത്ത, നാമവും രൂപവുമില്ലാത്ത, ഗുണദോഷങ്ങളാൽ വിവർജിതമായിരിക്കുന്ന, ദേശകാല പരിമിതമല്ലാത്ത ആ പരമസത്യത്തെ, ആ ബ്രഹ്മതത്വത്തെ സർവദാ ഭാവന ചെയ്യുക. കുഞ്ഞേ, നീ ഈ ദേഹമല്ല. അസ്ഥി, മജ്ജ, മലം, മൂത്രം, രക്തം ഇത്യാദികളുടെ സംഘാതമായിരിക്കുന്ന ഈ ദേഹം, ഈ മാംസമെന്ന കുഞ്ഞൻ നീ അല്ല. കേൾക്കുന്നുണ്ടോ? ഇത് ഞാനല്ല പറഞ്ഞത്, ഗംഭീരമായി പറഞ്ഞത് വിദ്യാധിരാജ ഭഗവാനാണ്. ഭഗവാൻ പറഞ്ഞു, നിങ്ങളുടെ മുമ്പിൽ ഒരു ചരട് വലിച്ചു കെട്ടുന്നതായി ഭാവന ചെയ്യുക. ആ വലിച്ചു കെട്ടിയിരിക്കുന്ന ചരടില് ഈ സ്ഥൂല സൂക്ഷ്മ കാരണ ശരീരങ്ങളെ ശോധന ചെയ്ത് മാറ്റുന്ന രീതിയാണ് ശരീരത്രയ ശോധന നിരൂപണ പ്രകരണം. നമ്മളൊക്കെ പഠിക്കണം. എന്നിട്ട് പറയുക, അസ്ഥി എടുത്ത് കെട്ടിത്തൂക്കിയിടുക, മലം, മൂത്ര, മജ്ജ ഇത്യാദികൾ കെട്ടിത്തൂക്കിയിട്ടിട്ട് ഇതൊക്കെ നിങ്ങളാണോ എന്നൊന്ന് മാറി നിന്ന് നോക്കിക്കാണുക. അവനവന്റെ ശരീരത്തെ ഒന്ന് ഭാവന ചെയ്താൽ മതി. മുമ്പിലൊരു ചരട് വലിച്ചു കെട്ടിയോ? കെട്ടിയിട്ട് അവനവന്റെ അസ്ഥിയും മജ്ജയും മലവും മൂത്രവും എടുത്ത് കെട്ടി തൂക്കിയിടുന്നതായി ഭാവന ചെയ്യുക.
നിങ്ങളാണോ? എൻ്റെ അസ്ഥി ഞാനാണോ? എങ്കിൽ എൻ്റെ മല ഞാനാണെന്ന് പറയും, എൻ്റെ മൂത്രം ഞാനാണെന്ന് പറയും. ഞാനല്ല പറഞ്ഞത്, ഇത് ശങ്കര ഭഗവത്പാദർ പറഞ്ഞതാണ്. ഇത് ഞാനാണോ? അല്ല. ഈ സ്ഥൂല ശരീരം നമ്മളല്ല എന്ന് തിരിച്ചറിയണം. സ്ഥൂല ശരീര അഭിമാനിയായി ജീവിക്കുന്ന കാലത്തോളം മനുഷ്യന് സ്വസ്ഥതയില്ല, ഭേദബുദ്ധി ഉണ്ടായിരിക്കും. എൻ്റെ ശരീരം ഞാനാണെന്നുള്ളത് മൂഢത്വമാണ്. എൻ്റെ ശരീരം ഞാനാണ് എന്നുള്ളത് മൂഢത്വമാണ്. എൻ്റെ മനസ്സ്, എൻ്റെ ചിന്ത ഞാനാണെന്നുള്ളത് മൂഢത്വമാണ്. എന്റേത് ഞാനല്ല എന്ന് തിരിച്ചറിയുന്നതിന് എത്ര സമയം വേണം? എൻ്റെ വള, എൻ്റെ മാല, എൻ്റെ ചെരുപ്പ്, എൻ്റെ കണ്ണാടി, ഇതൊക്കെ ഞാനാണോ? ആണോ? ആണോ? അല്ല. എങ്കിൽ എൻ്റെ ശരീരം ഞാനാണോ? എൻ്റെ ചിന്ത ഞാനാണോ? എൻ്റെ പ്രാണൻ ഞാനാണോ? അല്ല. അതുകൊണ്ടാണ് ശങ്കര ഭഗവത്പാദരൻ വ്യക്തമായി പറഞ്ഞു, മനോബുദ്ധി അഹങ്കാര ചിത്താനി നാഹം നജ ശ്രോത്രജിഹ്വേ നജ ഘ്രാണനേത്രേ നജ വ്യോമ ഭൂമിർന തേജോ ന വായു ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം. കാണാതെ പഠിക്കാനല്ല. ഇത് തന്നെയാണ് വിദ്യാധിരാജ ഭഗവാനും പറഞ്ഞിരിക്കുന്നത്. ഇത് തന്നെയാണ് ശ്രീനാരായണ ഗുരുവും പറഞ്ഞിരിക്കുന്നത്. ഇത് തന്നെയാണ് ഇവിടെ വന്നു പോയിട്ടുള്ള സത്യദർശികളായ സകല ഗുരുക്കന്മാരും പറഞ്ഞിരിക്കുന്നത്. നമ്മൾ കേൾക്കണം. പിന്നെ ഈ കാണുന്ന പ്രപഞ്ചം എന്താണ് എന്ന് ചിന്തിക്കുന്നതിന് മുമ്പ് ഇപ്പോൾ കർക്കടക മാസം നടക്കുകയല്ലേ? രാമായണത്തിൽ ഈ ദേഹത്തെ പറ്റി എന്താ പറഞ്ഞിരിക്കുന്നത്? കാണാതെ പഠിച്ചു. നമ്മളൊക്കെ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒരു മൈക്കിന്റെ മുമ്പിലിരുന്ന് രാമന്റെ ഒരു പടവും വെച്ച് രാമനെ പാടി പഠിപ്പിക്കും. വേണമെങ്കിൽ ഇനി രാമൻ പഠിച്ചു. നമ്മൾ കേൾക്കൂല. ദേഹം നിമിത്തം ബാക്കി അത് എല്ലാവർക്കും കാണാൻ അറിയാം. പറയും. അഹം ബുദ്ധി കൈക്കൊണ്ട് മോഹം കലർന്ന് ജന്തുക്കൾ നിരൂപിക്കും. ആര് നിരൂപിക്കും? ഒരു 10 പ്രാവശ്യം പറയാൻ പറ്റും, കുഴപ്പമില്ല. ദേഹം നിമിത്തം, ഈ ദേഹ നിമിത്തം അഹംബുദ്ധി കൈക്കൊണ്ടിട്ട് ഞാൻ ഈ ദേഹമാണെന്ന് വിചാരിച്ചിട്ട് മോഹബദ്ധനായിട്ട് മോഹം കലർന്ന് ആര് നിരൂപിക്കും? ജന്തുക്കൾ. ആര് നിരൂപിക്കും? ജന്തുക്കൾ നിരൂപിക്കും. ബ്രാഹ്മണോഹം ആഢ്യോഹം നരേന്ദ്രോഹം. ജന്തുക്കളാ വിചാരിക്കുന്നത് ഞാൻ ബ്രാഹ്മണനാണ്. നമ്മൾ സാധാരണ പറയും ജന്തുക്കളായി പോയി. തുഞ്ചത്താചാര്യൻ വളരെ വാത്സല്യത്തോടു കൂടി കാരുണ്യത്തോടു കൂടി നമ്മളെ വിളിച്ച് ഉപദേശിക്കുകയാണ്. കുഞ്ഞെ, ജന്തുക്കളാ വിചാരിക്കുന്നത് ഞാൻ ബ്രാഹ്മണനാണ്, ഞാൻ നായരാണ്, ഞാൻ ഈഴവനാണ്, ഞാൻ പുലയനാണ്, ഞാൻ പറയനാണ്, ഇങ്ങനെയൊക്കെ വിചാരിക്കുന്നത് ദേഹം ബുദ്ധി കൈക്കൊണ്ട മൂഢാത്മാക്കളാണ്. ആരാ? ജന്തുക്കളാണ്. ആരാ വിചാരിക്കുന്നത്? ജന്തുക്കൾ നിരൂപിക്കും. ബ്രാഹ്മണോഹം നരേന്ദ്രോഹം ആഢ്യോഹം എന്നിങ്ങനെ വിചാരിച്ചിരുന്നിട്ട് അമ്മേടിനം കലർന്നിടും ദശാന്തരേ ഇങ്ങനൊക്കെ വിചാരിച്ചിരിക്കുക. ഞാൻ വലിയ എല്ലാരാണ്, ഞാൻ വലിയ പ്രേമനാണ്, അല്ലേ, നായരാണ്, ബ്രാഹ്മണനാണ്, ഇനി എന്ത് ജാതി വേണമെങ്കിലും പറഞ്ഞോളൂ, അതിനകത്ത് എന്ത് വേണമെങ്കിലും ചേർത്ത് വെച്ചോളൂ. ഇങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോഴോ ജന്തുക്കൾ ഭക്ഷിച്ച് കാട്ടിച്ചു പോകില്ല. ഈ ശരീരം എവിടെയും കൊണ്ടെടുപ്പോ ജന്തുക്കൾ വന്ന് ഭക്ഷിക്കും. അതിന്റെ കാഷ്ടമായിട്ട് വരും ഈ ശരീരം. നമ്മളിങ്ങനെ വിചാരിച്ചോണ്ടിരിക്കുന്ന ശരീരം ജന്തുക്കൾ ഭക്ഷിച്ച് കാട്ടിച്ചു പോകില്ല. ബന്ധ വെണ്ണീറായി ചമഞ്ഞു പോകിയിടില്ല. അത് ഭസ്മമായി തീരാം ഒരുപക്ഷെ, അല്ലേ? ഒരുപക്ഷെ അത് ചാരമായി തീരാം. മണ്ണിന്റെ കീഴായി കൃമികളായി പോകില്ല. മണ്ണിന്റെ കീഴില് ഒന്നുകിൽ അത് കൃമിയായി തീരും. കൃമിയായി എന്ന് പറഞ്ഞാൽ ഈ ശരീരം എന്താ? കൃമിയായിട്ട് തീരാൻ. നന്നല്ല ദേഹം നിമിത്തം
എടുത്തോളം മോഹം എൻ്റെ കുഞ്ഞ് നല്ലതല്ല. നമ്മൾ ഈ എത്ര കാലം ഈ രാമായണം വായിച്ചാൽ അതിനകത്ത് എല്ലാം വേദാന്ത തത്വമാണ്. ഇത് മാത്രമല്ല ഞാൻ പറയുന്നത്, ഇതൊക്കെ നമ്മൾ പറയുന്നതല്ലാതെ ശരിക്കും ഹൃദയം കൊണ്ട് കേൾക്കുന്നുണ്ടോ? ശരിക്കും ഹൃദയം കൊണ്ട് നാം കേൾക്കുന്നുണ്ടോ? എത്ര കാലം നമ്മൾ ഇങ്ങനെയൊക്കെ ചിന്തിച്ച് എന്തൊക്കെയോ നേടിയെടുത്തു, എന്തൊക്കെയോ സാധിച്ചു, എനിക്ക് ജയമുണ്ടായി, ഞാൻ ഇന്നതൊക്കെ ചെയ്തു എന്നൊക്കെ വിചാരിക്കുന്നത് കേവലം മൂഢത്വമാണ്. ഇവിടെ സർവത്ര പൂർണ്ണമായിരിക്കുന്ന ഏക ചൈതന്യം മാത്രമേ ഉള്ളൂ. നമ്മളുടെ ഈ ഭേദബുദ്ധി അവിദ്യയാണ്. ഉപനിഷത്ത് പറയും, വേദം പറയും, ഭേദദൃഷ്ടിരവിദ്യ. അവിദ്യ കാരണമാണ് ഞാൻ വേറെ നീ വേറെ എന്ന് ചിന്തിക്കുന്നത്. സകല ചരാചരങ്ങളെയും ഏകമായി കണ്ടവരാണ് മഹാത്മാക്കൾ, സത്യദർശികൾ. അവരെല്ലാറ്റിനെയും ഒരുപോലെ സ്നേഹിക്കും. ആ സ്നേഹം നിരുപാധികമായ സ്നേഹമാണ്, ഒന്നും പ്രതീക്ഷിക്കാതെയുള്ള സ്നേഹമാണ്. മറ്റുള്ളവർ ഞാൻ അവരെ സ്നേഹിക്കുന്നു എന്നറിയാതെ ഭേദമാക്കാതെയുള്ള സ്നേഹം, അവിടെ നാമരൂപങ്ങളില്ലാത്ത സ്നേഹം. നമ്മൾ ഈ പ്രപഞ്ചത്തിൽ ഇരുന്നു കൊണ്ട് എന്താ കഴിക്കുന്നത്? ഈ പ്രപഞ്ചത്തെ കുറിച്ച് നമുക്ക് എന്തറിയാം? യഥാർത്ഥത്തിൽ ഒന്നും അറിയില്ല. ഈ ഭൂമി എത്ര വേഗത്തിലാണ് ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുന്നതെന്ന് നമുക്കറിയോ? 1,07,000 km/h ഈ ഭൂമി ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതതിന്റെ സ്വന്തം അച്ചുതണ്ടിൽ 1670 km/h ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതേസമയം തന്നെ സൂര്യൻ നിശ്ചലനായി നിൽക്കുന്നു എന്ന് ശാസ്ത്രം പറഞ്ഞു എന്ന് കുഞ്ഞിനെ പഠിപ്പിച്ചിരിക്കുന്നത് ആ സൂര്യൻ ഏതാണ്ട് 7,20,000 km/h ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഒരു സൗരയൂഥം ഉള്ളതുപോലെ 50,000-ൽ പരം സൗരയൂഥങ്ങളുണ്ട്. അതിനിടയ്ക്ക് ഒരിടത്തിരുന്ന് ഞാൻ ഇന്നാരാണ് ഇന്നതൊക്കെ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ തന്നെ ചത്തും പോകും. ഇത്തമോരോന്നും ചിന്തിച്ചിരിക്കവേ ചത്തുപോകുന്നു പാപം ശിവ ശിവ. ഇങ്ങനെയൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചത്തു പോകുന്നത് അതിനെ നിമിഷം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. പിന്നെയും തീരില്ല. ഈ ദേഹബുദ്ധി എത്ര കാലം നാം ഈ ദേഹബുദ്ധി വെച്ചുകൊണ്ടിരിക്കും? നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഒന്നും ചെയ്യാൻ കഴിയില്ല. ഈ ദേഹം ജഡമാണെന്ന് അറിഞ്ഞുകൊണ്ട്, മനസ്സ് ജഡമാണെന്ന് അറിഞ്ഞുകൊണ്ട്, ബുദ്ധി ജഡമാണെന്ന് അറിഞ്ഞുകൊണ്ട്, പ്രാണൻ ജഡമാണെന്ന് അറിഞ്ഞുകൊണ്ട്, ഈ പ്രാണനെയും ബുദ്ധിയെയും മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും ചൈതന്യവത്താക്കിയിരിക്കുന്ന സർവത്ര പൂർണ്ണമായിരിക്കുന്ന നാമരൂപരഹിതമായ അരൂപമായ ചൈതന്യത്തെ അനുധ്യാനം ചെയ്യണം. ഈ വാക്കുകൾ നിർഗളിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം. നിങ്ങൾ വിചാരിക്കും മാതാജിയാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. സ്നേഹസ്വരൂപികളെ, മാതാജിക്ക് സംസാരിക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു മാതാജിയും അദ്വൈത സത്യത്തിലില്ല. അങ്ങനെ ഒരു മാതാജിയും അദ്വൈത സത്യത്തിലില്ല. വ്യവഹാരിക സത്യത്തിൽ വേണമെങ്കിൽ പറഞ്ഞെന്നിരിക്കാം. അപ്പോഴും ഉൾക്കണ്ണുകൊണ്ട് ഒരു കാര്യം ബോധ്യമാകണം. എവറിത്തിങ് ഈസ് എനർജി. Everything is energy. Energy can neither be created nor be destroyed. എല്ലാം ഊർജമാണ്. ഐൻസ്റ്റീന്റെ കണ്ണുകളിൽ കൂടി നോക്കിയപ്പോൾ അല്ലേ? ബുദ്ധിയുടെ സൂക്ഷ്മത കൊണ്ട് ഈ പ്രപഞ്ചത്തിന്റെ സ്വരൂപം ഊർജമാണെന്ന് അറിഞ്ഞാൽ ഈ ശരീരത്തെ നിങ്ങൾക്ക് കാണാൻ കഴിയുമോ? ശരീരത്തിലെ ഓരോ കോശങ്ങളും ഊർജമാണ്. ഈ ശരീരം പോലെ തന്നെ ആ ശരീരം, ഈ ഇരിക്കുന്ന സകല ശരീരങ്ങളും ശരീരങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഭേദമുണ്ടോ? നിങ്ങൾ സ്വല്പം ഒന്ന് ചിന്തിക്കാൻ തുടങ്ങിയപ്പോൾ പോലും നിങ്ങളുടെ ഭേദദൃഷ്ടി പോയി കഴിഞ്ഞു അല്ലേ? അതുകൊണ്ട് നമ്മൾ ഇനിയും ഈ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് ഭേദബുദ്ധി വളർത്തരുത്. ഇതൊക്കെ ഇങ്ങനെ പറയാൻ കൊള്ളാം, നമുക്ക് പ്രാവർത്തികമാക്കാനോ സാമാജിക നന്മയ്ക്ക് പ്രയോജനപ്പെടുത്താനോ സാധ്യമല്ല എന്ന് ആരെങ്കിലും ചിന്തിക്കുന്നുവെങ്കിൽ അത് മൂഢത്വമാണ്. ഒരു കാര്യം ബോധിച്ചു കൊള്ളുക, ഇത് സാധ്യമാണ്.
ഇത് പുനരുജ്ജീവനത്തിന്റെ ഉന്മേഷത്തിന്റെ ഉണർവിന്റെ ഒരു കാലഘട്ടമാണ്. വിദ്യാധിരാജ ഭഗവാന്റെ അനുഗ്രഹ കടാക്ഷത്താൽ അദ്വൈത സഭ ഉജ്ജീവിപ്പിക്കപ്പെട്ട് കഴിഞ്ഞു. അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ ഓരോരുത്തരും ഈ അദ്വൈത സത്യം ഓരോ വേദികളിലും പ്രഘോഷിക്കുന്ന ഒരു സമയം ഉണ്ടാകണം. നിങ്ങളോട് ഞാൻ തുടക്കത്തിൽ ചോദിച്ചു, ഇത് നിങ്ങൾക്ക് സാധ്യമാകുമോ, സമാജത്തിന് സാധ്യമാകുമോ എന്നൊക്കെ ചോദിച്ചു. ഇനി ഒരു കാര്യം പറയാം. ഇവിടെ ഇങ്ങനെ ഒരു വിദ്യാധിരാജപുരത്ത് ഭഗവാന്റെ ഇത്രയും ഗംഭീരമായ ഒരു പ്രതിമ ഉണ്ടായത് എവിടെയാണ് ആദ്യം? എവിടെയാണ് ആദ്യം ഉണ്ടായത്? മനസ്സിൽ ഉണ്ടായത് ഭാവനയിലാണ്, അല്ലേ? ഒരാളിന്റെ ഉള്ളിൽ ഉദയമായ ആശയത്തെ പുറത്തേക്ക് പ്രകടിപ്പിച്ചതാണ് ഇവിടെ ഇങ്ങനെ ഉണ്ടായത്. അതുപോലെ ഏത് മഹത്തായ ദൗത്യത്തിന്റെയും പിന്നിൽ ഉണ്ടാകുന്നത് ഭാവനയാണ്. ബ്രഹ്മതത്വമസി ഭാവയാത്മനി ത്വം ഹി ബ്രഹ്മ കുഞ്ഞേ ത്വം ന ശരീരഃ. നീ സ്ഥൂല ശരീരമല്ല, നിന്റെ ചിന്ത ഒന്നും നീയല്ല. കൽപ്പനയറ്റൊരു ചിപ്പുരുഷൻ നീ, കൽപ്പനയറ്റൊരു ചിപ്പുരുഷൻ നീ, കൽപ്പിക്കുമ്പോൾ അല്പജ്ഞൻ. കൽപ്പനയറ്റൊരു ചിപ്പുരുഷൻ നീ, കൽപ്പിക്കുമ്പോൾ അല്പജ്ഞൻ. തത്പദസാരമറിഞ്ഞ്, തത്പദസാരമറിഞ്ഞ് വികൽപ്പം നിൽപ്പില്ലെങ്കിൽ സർവജ്ഞൻ. തത്പദസാരം, നീ കൽപ്പനയെ മാറ്റൂ. കൽപ്പന സത്യമല്ല, അത് നിന്റെ തോന്നലാണ്. കൽപ്പനയൊക്കെ ചിപ്പുരുഷനാണ് നീ. അങ്ങനെ നീ ആ ചിപ്പുരുഷനെ അറിയൂ, തത്പദസാരം അറിയൂ. തത്വം അസി എന്ന് പറയുന്ന തത്വമസി എന്ന മഹാവാക്യത്തിലെ തത്പദത്തിന്റെ അർത്ഥം അത് എന്നാണ്. സാധാരണ അത് എന്ന് പറയാൻ കഴിയുന്നതല്ല, ഇതെന്നും പറയാൻ കഴിയുന്നതാണ്. എന്നാൽ തത്വമസിയിലെ തത്തിന്റെ അർത്ഥം അതെന്നും ഇതെന്നും പറയാൻ കഴിയാത്തതേതോ അതാണ് തത്. അതെന്നും ഇതെന്നും പറയാൻ കഴിയുന്നത് പരിമിതമാണ്. അതെന്നും ഇതെന്നും പറയാൻ കഴിയുന്നത് പരിമിതമാണ്. അതെന്നും ഇതെന്നും പറയാൻ കഴിയാത്ത പൂർണ്ണതയാണ് തത്. ത്വം തത് അസി എന്ന് പറയുന്നത് പോലെ ആ ചിത്പുരുഷനാണ് കുഞ്ഞ്. കൽപ്പനയറ്റൊരു ചിത്പുരുഷൻ നീ, കൽപ്പിക്കുമ്പോൾ അല്പജ്ഞൻ. തത്പദസാരം അറിഞ്ഞു വികൽപ്പം നിൽപ്പില്ലെങ്കിൽ സർവജ്ഞൻ. എന്റെ ഗുരുനാഥൻ ബ്രഹ്മശ്രീ ശാന്താനന്ദഗിരി സ്വാമിജിയുടെ പൂർണ്ണാനുഭൂതിയുടെ വരികളാണിത്. യഥാർത്ഥത്തില് ഏത് സത്യദർശിക്കും ഇത് മാത്രമേ പറയാനുള്ളൂ. ഇത് ബോധ്യപ്പെട്ട വിദ്യാധിരാജ ഭഗവാൻ ഒരു ഭേദവുമില്ലാതെ എല്ലാവരോടും ഇടപെട്ടു. ഈഴവരോട് ചേർന്ന് ഇടപെട്ടത് കൊണ്ട് ചട്ടമ്പി സ്വാമി തിരുവടികളെ പറഞ്ഞിരുന്നത്, സ്വാമി തിരുവടികളെ കണ്ടാൽ ഉടല് പുറത്തെടുത്ത് കഴുകണം. ഈഴവരെ തൊട്ടുണ്ടെന്ന ഭഗവാനാണ്, അടുപ്പിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിരുന്ന കാലവും അന്നുണ്ടായിരുന്നു. എന്നാൽ ആ ചട്ടമ്പി സ്വാമി തിരുവടികൾ യാതൊരുവിധ ഭേദവുമില്ലാതെ, ചട്ടമ്പി സ്വാമി തിരുവടികളായാലും ശ്രീനാരായണ ഗുരുവായാലും അന്നുണ്ടായിരുന്ന സകല ജനങ്ങളുടെ എവിടെ എന്നറിയില്ല 3 ദിവസം മാത്രം ഓരോ ഗൃഹത്തിലും തങ്ങി ആശാപാശങ്ങൾ അറ്റുവാസന ക്ഷയിച്ച് തൂളി പോലെ ആകാശാദി പ്രപഞ്ചത്തെ കണ്ട് തത്വസ്വരൂപമായി വിരാജിച്ച വിദ്യാധിരാജനെ ആർക്കറിയാൻ പറ്റും? മനസ്സുള്ളിടത്തോളം ആർക്കും വിദ്യാധിരാജനെ അറിയാൻ പറ്റില്ല. പരമഭട്ടാരകേശനെ മനസ്സുകൊണ്ട് അറിയാൻ കഴിയുന്നവനല്ല. ആ അദ്വൈത ചൈതന്യം തത്വമാണ്. അതുകൊണ്ടാണ് കാലാതീതമായി വിരാജിക്കുന്നത്. യാതൊരുവിധ ആശയമില്ലാതെ വിരാജിച്ച മഹാമനീഷി. അങ്ങനെയുള്ള മഹാമനീഷി ജീവകാരുണ്യ നിരൂപണം എഴുതി വെച്ച ഗ്രന്ഥമല്ല. മാനവരാശിയുടെ ക്ഷേമത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ കുറിച്ചിട്ടു എന്ന് വിചാരിച്ച അദ്ദേഹത്തിന്റെ ഹൃദയത്തെ ആർക്ക് മനസ്സിലാക്കാൻ കഴിയും?
ചട്ടമ്പി സ്വാമി തിരുവടികൾ അദ്ദേഹത്തിന്റെ മുറിയിൽ വിശ്രമിച്ചിരുന്ന സമയത്ത് ഒരു ഭക്തൻ അകത്തേക്ക് കയറി വന്നു. നോക്കിയപ്പോൾ സ്വാമി തിരുവടികളുടെ തലയ്ക്ക് പിറകിൽ ഒരു ചിലന്തി ഇരിക്കുന്നു. അദ്ദേഹം ഉടനെ തന്നെ പുറത്തേക്ക് പോയി ഒരു ചൂലെടുത്തു കൊണ്ടുവന്നു. ആ ചിലന്തിയെ അഴിച്ചു കൊല്ലാൻ. സ്വാമി തിരുവടികൾ പറഞ്ഞു, എന്തേ നീ ചെയ്യുന്നത്? നീ ഇവിടെ വരുന്നതിന് മുമ്പ് എന്നോടൊപ്പം താമസമാക്കിയതാണ് ആ ചിലന്തി, തൊടാൻ അവകാശമില്ല. ഒരു ദിവസം സ്വാമി തിരുവടികളെ ഒരു വീട്ടിലേക്ക് ഭക്ഷണത്തിന് ക്ഷണിച്ചു. സദ്യക്ക് എല്ലാ ചുട്ടവട്ടങ്ങളും ശരിയായി. ഭഗവാൻ എന്നാൽ സദ്യ കഴിക്കാൻ ഒരുങ്ങാം, അപ്പോഴതാ ഒരു പൂച്ച അവിടെ എത്തി. കാരണം സ്വാമി വരുന്ന വഴിയാണല്ലോ എന്ന് വിചാരിച്ച് പൂച്ചയെ കാലുകൊണ്ടൊരു തട്ട് കൊടുത്തു. സ്വാമിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. ആ തട്ട് കൊണ്ടത് സ്വാമിക്കാണ് എന്ന് അവർക്ക് മനസ്സിലാവില്ല. ഇങ്ങനെയൊക്കെ കഥകൾ കേൾക്കുമായിരിക്കും, പക്ഷെ ഇതൊന്നും കഥകളല്ല, സംഭവമാണ്, യാഥാർത്ഥ്യമാണ്. സ്വാമി പറഞ്ഞു, നിങ്ങൾക്ക് ആ പൂച്ചയ്ക്ക് ഭക്ഷണം കൊടുക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ കൊടുക്കണ്ട, പക്ഷെ അതിനെ ഉപദ്രവിച്ചത് എന്തിനാണ്? ആ പ്രാണിയുടെ വിശപ്പും എല്ലാ പ്രാണികളുടെ വിശപ്പും എന്റെ വിശപ്പ് ഒരുപോലെയാണ്. അതിനെ ഒരു തരത്തിലും ഉപദ്രവിക്കാൻ നിങ്ങൾക്ക് അധികാരമില്ല, അവകാശമില്ല. ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞു, ഒരു പീഡ ഉറുമ്പിനും വരുത്തരുതെന്നുള്ള അനുകമ്പയും സദാ കരുണാകര നൽകുള്ളിൽ നിൻ തിരുമൈ വിട്ടകലാതെ ചിന്തയും. ഒരു ഉറുമ്പിനെ പോലും ഉപദ്രവിക്കാത്ത ഹൃദയം. ഒരു ഉറുമ്പ് വെള്ളത്തിൽ വീണ് കിടക്കുന്നത് കാണുമ്പോൾ ഒരു പേപ്പർ കൊണ്ട് അതിനെ ഒന്ന് രക്ഷിച്ചാൽ കൊള്ളാമെന്ന് തോന്നുന്ന ഹൃദയം. നിങ്ങളൊന്ന് രക്ഷിച്ചു നോക്കൂ, നിങ്ങൾക്ക് വളരെ തൃപ്തി ഉണ്ടാകും. വെറുതെ ഒന്ന് ചെയ്തു നോക്കൂ. വെള്ളത്തിൽ കിടക്കുന്ന ഒരു ഉറുമ്പിനെ ഒരു പേപ്പർ കൊണ്ടൊന്ന് രക്ഷിച്ചു നോക്കൂ. അപ്പോൾ നിങ്ങളുടെ ഹൃദയം സകല ചരാചരങ്ങളോടും ദയ തോന്നുന്ന, കാരുണ്യം തോന്നുന്ന ഒരു ഹൃദയമായി പരിണമിക്കും. ക്രമേണ നിങ്ങൾക്ക് ഒന്നിനെയും ചിന്ത കൊണ്ടോ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഉപദ്രവിക്കാൻ കഴിയാത്ത ഒരു ഹൃദയം കൈവരും. അതാണ് അദ്വൈത സത്യത്തിന്റെ അവിസ്മരണീയമായിരിക്കുന്ന, അവാച്യമായിരിക്കുന്ന, അത്ഭുതാവഹമായിരിക്കുന്ന ശോഭ. അത് നമ്മളുടെ ഹൃദയത്തിൽ നിറച്ചിരിക്കണം. അതുകൊണ്ട് അങ്ങനെ ജീവിക്കണമെങ്കിൽ നമ്മൾ ഈ ശരീരമല്ല, പിന്നെയോ കൽപ്പനയില്ലാത്ത വസ്തുക്കളെ അറിയണം. അദ്വൈത ചിന്താപദ്ധതി ഇന്ന് നമ്മളുടെ പമ്പാതീർത്ഥം എന്ന ചെറുകോൽപ്പുഴ, അയ്യൂർ ചെറുകോൽപ്പുഴ ഹിന്ദുമത മഹാമണ്ഡലത്തിന്റെ ഒരു പ്രസിദ്ധീകരണമുണ്ട്. അതിൽ ഒരു വ്യാഖ്യാനം, ഗദ്യകൃതികൾക്ക് സാധാരണ വ്യാഖ്യാനം എഴുതാറില്ല. ചട്ടമ്പി സ്വാമി തിരുവടികളുടെ അനുഗ്രഹപ്രകാരം അതിൻ്റെ ഒരു ചെറു വ്യാഖ്യാനം അദ്വൈത ചിന്താപദ്ധതിയുടെ അതിൽ ഖണ്ഡശയായി വരുന്നുണ്ട്. അതിൽ വളരെ ഗംഭീരമായ ഒരു ഭാഗമുണ്ട്. എങ്ങനെയാണ് ഈ മൗന അവസ്ഥ, അദ്വൈത അവസ്ഥ അനുഭൂതമാക്കേണ്ടത്? എങ്ങനെ നമുക്ക് ഈ നാമരൂപങ്ങളില്ലാതെ പ്രപഞ്ചത്തെ അനുഭവിക്കാം? ആചാര്യന്മാർ പറഞ്ഞിട്ടുണ്ട്. സാരല്ല, ഞാനിപ്പോ ഗൃഹസ്ഥനാ, അത് സന്യാസിമാർക്കുള്ളതാ. ഗൃഹസ്ഥനും സന്യാസിയും തമ്മിൽ എന്താ വ്യത്യാസം? ഗൃഹസ്ഥന് ഒരു 4 ചുവരുകൾക്കുള്ളിൽ കഴിയുന്നു, സന്യാസിയും 4 ചുവരുകൾക്കുള്ളിൽ കഴിയുന്നു. ഗൃഹസ്ഥൻ ഒരുപക്ഷെ മുണ്ടനം ചെയ്തിട്ടുണ്ടാകില്ല, സന്യാസി മുണ്ടനം ചെയ്തിട്ടുണ്ട്. ഗൃഹസ്ഥൻ സന്യാസ വേഷധാരി ആയിരിക്കില്ല, സന്യാസി കാഷായ വസ്ത്രധാരി ആയിരിക്കും, രുദ്രാക്ഷം അണിഞ്ഞിട്ടുണ്ടായിരിക്കും. ഉപരിപ്ലവമായ ചിഹ്നങ്ങൾ വ്യത്യാസം വരുന്നത് കൊണ്ട് ആന്തരിക നിലയ്ക്ക് വ്യത്യാസം ഉണ്ടാകുമോ? ഞാനൊരു ഗൃഹസ്ഥനാണ് എന്നൊരു ഗൃഹസ്ഥൻ അഭിമാനിക്കുന്നുണ്ടെങ്കിൽ ഞാനൊരു സന്യാസിയാണ് എന്നുള്ള അഭിമാനവും തുല്യതയാണെന്നതാണ്. ഇരുമ്പ് ചങ്ങലയും സ്വർണ്ണ ചങ്ങലയും എന്ന് വിചാരിച്ചാൽ മതി, രണ്ടും ബന്ധനമാണ്. ഒരു യഥാർത്ഥ സന്യാസി ഞാൻ സന്യാസിയാണെന്ന് പോലും വിചാരിക്കില്ല. ഞാനെന്ന ജീവാഹന്ത ചിരാഭാസനാണ്, അസത്യമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഞാൻ കർമ്മം ചെയ്യുന്നവനല്ല എന്ന ബോധ്യത്തിൽ അനശ്വരാനന്ദമായി ആ അഭേദ ചൈതന്യത്തിൽ വിഹരിക്കുന്നവനാണ്. അതുകൊണ്ട് ദേഹോഹം ബുദ്ധി കൈവടിഞ്ഞ് ജീവിക്കുന്നതിന് ഗൃഹസ്ഥനും കഴിയും. കാരണം അനേകം രാജർഷിമാർ ഇവിടെ ഉണ്ടായിരുന്നു എന്ന് നമ്മളുടെ ചരിത്രം, നമ്മളുടെ പുരാണം ഒക്കെ പഠിപ്പിക്കുന്നുണ്ട്. വസ്ത്രമൊന്നും മാറണ്ട, ചിഹ്നങ്ങളൊന്നും വേണ്ട. അനേകം ഗൃഹസ്ഥാശ്രമികൾ നല്ല വേദാന്തികളായിട്ട് ഇവിടെ ഉണ്ടായിരുന്നു.
അതിന് കാഷായ വസ്ത്രം ധരിക്കണമെന്നോ ആശ്രമത്തിൽ പോയി താമസിക്കണമെന്നോ മുണ്ടനം ചെയ്യണമെന്നോ ഒന്നുമില്ല. ഉള്ളിലെ ചിന്തകൾ നാമരൂപരഹിതമായി തീരുന്നതിന് അനുപേക്ഷണീയമായ അത്യന്തം പ്രയോജനപ്രദങ്ങളായ അനുഷ്ഠാന പദ്ധതികൾ ഈ അദ്വൈത ചിന്താ പദ്ധതിയിലും നിജാനന്ദ ദാസൻ എന്ന കൃതിയിലും ഒക്കെ ഉണ്ട്. വിദ്യാധിരാജ ഇന്റർനാഷണൽ ഫൗണ്ടേഷൻ ഇനി ഇതിന്റെ പഠനം ഗംഭീരമായി നടത്തിയാൽ നമ്മളുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ നിന്നും ഈ ജാതി കോമരം പിടിതെറിയാൻ കഴിയും. അത് പിടിതെറിയാൻ നമുക്ക് കഴിഞ്ഞാൽ നമ്മളുടെ സമൂഹത്തിൽ നിന്ന് ക്രമേണ ഇത് ഉച്ചാടനം ചെയ്യാൻ നമുക്ക് കഴിയും. അത് കഴിഞ്ഞാൽ മാത്രമേ നമ്മളുടെ സ്വാർത്ഥത ഒഴിവാകൂ. സ്വാർത്ഥത ഒഴിവാകാത്തടത്തെങ്ങും സ്നേഹത്തിന്റെ നിസീമമായ ആ കരുണാകിരണം പ്രശോഭിക്കുകയില്ല. കരുണയില്ലാത്ത ദേശം ക്രൗര്യത്തിന്റെയും കൗടില്യതയുടെയും ദേശമായിരിക്കും. അതുകൊണ്ട് നിസ്വാർത്ഥതയുടെ സ്പന്ദനം ഹൃദയത്തിൽ നിറയ്ക്കണം. ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്നുള്ള ഋഷിവചനം നമ്മളുടെ ഓരോ ഹൃദയ സ്പന്ദനത്തിലും നമുക്ക് ചേർത്ത് വയ്ക്കണം. അത് സാധ്യമാകുന്നതിന് വേണ്ടി ജാതി സമയം അതിക്രമിക്കുന്നു, ഏറെ പേരിയിരിക്കുന്നു. അതുകൊണ്ടാണ് നിർത്തുന്നത്. എന്തായാലും നാമവും രൂപവും ഇല്ലാതെ വസ്തുവിനെ കാണുന്നതിനുള്ള അദ്വൈത ചിന്താപദ്ധതിയിലെ ആ അനുഷ്ഠാന പദ്ധതി ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്. വസ്തു പ്രത്യഭിജ്ഞാനാർത്ഥമായി ഒന്നിനെ തന്നെ ഉറ്റുപാർത്തിരിക്കുമ്പോൾ ഗംഭീരമാണ്. എത്ര ഗംഭീരമാണെന്നറിയോ ഇതൊക്കെ. ഇതൊക്കെ അങ്ങോട്ട് പഠിക്കണം, അങ്ങോട്ട് മനനം ചെയ്യണം. ആസ്വദിച്ച് ചിന്തയില്ലാതെ വസ്തുവിനെ കാണാൻ പറ്റും. അങ്ങനെ പറ്റുമോ? നമുക്ക് പറ്റും. പിന്നെന്ത്? അതിന് കൽപ്പനാരൂപങ്ങൾക്കായി അർത്ഥങ്ങൾ നൽകിയിടാതെ അർത്ഥങ്ങൾ നൽകിയിടാതെ ശബ്ദത്തെ മാറ്റൂ ഹൃത്തിൽ തത്വത്തെ അറിഞ്ഞിടാം. നിങ്ങൾ കൽപ്പന ചെയ്യുന്ന വസ്തു, ഉദാഹരണമായി ഇത് വിളക്ക് എന്ന് കൽപ്പന ചെയ്യുന്നു. ഈ കൽപ്പന വിളക്ക് എന്ന ശബ്ദത്തെ മാറ്റിയിട്ട് അറിയാൻ ഒരു പദ്ധതി, അനുഷ്ഠാന പദ്ധതി വിദ്യാധിരാജ പരമഭട്ടാരക ചട്ടമ്പി സ്വാമി തിരുവടികൾ അദ്വൈത ചിന്താ പദ്ധതിയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. അത് വളരെ ഗംഭീരമാണ്. സൂചിക്കത്തെ നയം പോലെ എങ്ങനെയാണ് ഈ അന്ധകരണം പ്രവഹിക്കുന്നത്. ഞാൻ ഇത്രയൊക്കെ പറഞ്ഞത് ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന് ഓർമ്മിപ്പിക്കാൻ, വിശദീകരിക്കാനല്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഈ കൽപ്പന ചെയ്യുന്ന വസ്തുക്കളെ കൽപ്പന ഇല്ലാതെ അനുഭവിക്കുന്നതിനും ഏവർക്കും സാധ്യമാകും. ആധ്യാത്മികതയ്ക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് അറിയാം. എന്താണ് ആത്മീയത? ഹൃദയശുദ്ധി. ഹൃദയശുദ്ധി. രാഗദ്വേഷാദികൾ വേണ്ട, ഭേദബുദ്ധി വേണ്ട. ഇതിനാരാ നമുക്ക് തടസ്സം ചെയ്യുന്നത്? എല്ലാവരെയും സ്നേഹിക്കുന്നതിന് ആരെങ്കിലും നമ്മളെ തടസ്സപ്പെടുത്തുവോ? ആരെങ്കിലും നമ്മളെ തടസ്സപ്പെടുത്തുവോ? വെറുക്കുന്നത് നമ്മളാണ്. വെറുക്കാതിരുന്നാൽ കോപിക്കുന്നത് നമ്മളാണ്. ഇങ്ങനെ അഷ്ടരാഗങ്ങളെ അകറ്റി ഹൃദയശുദ്ധി വരുത്തി നമ്മളുടെ ഹൃദയം നിർമ്മലമാക്കി തീർക്കുന്നതിന് ഏവർക്കും കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ആദ്യന്തരഹിതമായിരിക്കുന്ന അനശ്വര ചൈതന്യമായിരിക്കുന്ന വിദ്യാധിരാജ ഭട്ടാരകേശന്റെ അനുഗ്രഹ കടാക്ഷത്തോടുകൂടി ഈ വിദ്യാധിരാജ ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ചിരിക്കുന്ന ഈ അദ്വൈത സഭ ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചു.